സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം കാസർഗോഡിനടുത്ത കുനിയ എന്ന് പറയുന്ന സ്ഥലത്ത് സമസ്ത സ്ഥാപകനായ ബരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നഗരിയിൽ ആരംഭിച്ചതാണ്. ഡിസംബർ 31 മുതൽ ജനുവരി 8 വരെ നീണ്ടു നിൽക്കുന്ന ആ പരിപാടിയുടെ ഒരു പ്രത്യേക വിഭാഗമാണ് എക്സ്പോ എന്ന് പറയുന്നത്. അത് സമസ്തയുടെ കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു എക്സ്പോയാണ്. വിവിധ മേഖലകളിലും വിവിധ തുറകളിലും അതിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് കാണാൻ അതൊന്ന് ചുറ്റി കണ്ടാൽ മതി. എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നത് കാര്യമായും വിശ്വാസപരമായ കാര്യങ്ങളിൽ അതിന് ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ മദ്രസ പ്രസ്ഥാനം, അതുപോലെയുള്ള ദർസി വിദ്യാഭ്യാസം, അറബിക് കോളേജ് തുടങ്ങിയ സംഗതികൾ, അങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസങ്ങൾ വരെ അടുത്ത കാലത്തായി 2016 തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അൽബിർ സ്കൂൾസ്. അൽബിർ സ്കൂളും വളരെ ഈ സ്റ്റാളുകളിൽ വെച്ച് വലിയ നിലവാരം പുലർത്തിയിട്ടുണ്ട്. റോബോട്ടൊക്കെ വെച്ചുകൊണ്ടുള്ളത്, നമുക്ക് വളരെ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ഒരു സംവിധാനം. അത് നമ്മളെ ഇന്നത്തെ ആധുനിക കാലത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു വിഷയമായി എല്ലാവരും അംഗീകരിച്ചതാണ്. റോബോട്ട് യുഗമാണ് വരാൻ പോകുന്നത്. പ്രത്യേകമായി സംവിധാനിച്ചിരിക്കുന്ന അൽബിർ, അതിന്റെ സംവിധാനം, അതുപോലെ അസ്മി, ടെന്റ്, SNEC തുടങ്ങിയ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിശദമായി കാണാൻ സാധിക്കുന്നു. അതോടുകൂടെ തന്നെ ഈ മദ്രസ അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മദ്രസയിൽ സൗകര്യം, മദ്രസയിൽ ചേരാനും മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി സംവിധാനിച്ച ആ സംവിധാനം പുതിയൊരു സംവിധാനമാണ്. അത് ലോകത്തുള്ള എല്ലാ ജനങ്ങളും സ്വീകരിച്ചു വരുന്നുണ്ട്. അതിന് വലിയ തിക്കും തിരക്കുമാണ് അതിന് കാണുന്നത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുള്ള സംഗതികളും നമ്മൾക്കിവിടെ പ്രദർശനത്തിലുണ്ട്. അങ്ങനെ സമസ്ത സ്പർശിക്കുന്ന ആധുനിക കാലത്ത് ആവശ്യമായ എല്ലാ സംഗതികൾക്കും ആളുകളും പവലിയനുകൾക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ് നമ്മുടെ എക്സ്പോ സംവിധാനിച്ചിരിക്കുന്നത്. ഈ കാലത്ത് ഏറ്റവും ആവശ്യമാണ്. കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റിയ സംവിധാനിച്ചിട്ടുണ്ട്. ഇത് സംവിധാനിച്ച ഇതിന്റെ പ്രവർത്തകരെയും ഇതിനെ ഉപയോഗിച്ച ബുദ്ധിമാന്മാരായ നമ്മുടെ പ്രവർത്തകന്മാരെയൊക്കെ അഭിനന്ദിക്കുകയാണ്. അർഹമുറാഹിമായ തമ്പുരാൻ ഇത് ദുനിയാവിലും ആഖിറത്തിലും ഫലം കിട്ടുന്ന ഒരു സാലിഹ് അമലായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ.